അപ്പോൾ നമ്മൾ ഈ ഒരു വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് നടക്കുമ്പം ചർച്ചയാവുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സ് ആണ്. കാരണം ജോക്കിംഗ് ക്ലമൻ്റ് എന്ന കഴിഞ്ഞ 3 തവണത്തെയും ഫൈനലിസ്റ്റുകൾ വിന്നേഴ്സിനെ പ്രവചിച്ച ഒരാൾ പ്രവചിച്ചാണ് നെതർലാൻഡ്സ് ഈ വർഷം കപ്പടിക്കും എന്നുള്ളത്. ഈ നെതർലാൻഡ്സ് തന്നെ നമ്മളെപ്പോഴും ടൈറ്റിൽ ചെയ്യുന്ന ഓറഞ്ച് പട അല്ലെങ്കിൽ ഓറഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഓറഞ്ച് പുത്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ടൈറ്റിൽ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവരുടെ ഒരു കൊടി, നാഷണൽ ടീമിനെ കൊടി എടുക്കും, അതിലെവിടെയും ഓറഞ്ചിൻ്റെ ഒരു പൊടി പോലും നമ്മൾ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ടീമിനെ ഓറഞ്ച് പട അല്ലെങ്കിൽ അവരൊരു ഓറഞ്ച് എന്നൊരു കളർ തീമിലേക്ക് മാറുന്നത്? അതിലെന്താണ് ശരിക്കും അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ടാവുമല്ലോ. എന്താണ് ശരിക്കും അതിൻ്റെ പിന്നിലൊരു കഥ? ശരിക്കും പറഞ്ഞാൽ ആ കഥ 16-ാം നൂറ്റാണ്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ സ്പാനിഷ് ഭരണത്തിന് കീഴിൽ നിന്ന് ആ നെതർലാൻഡ്സിനെ മോചിപ്പിക്കാൻ വേണ്ടി പൊരുതിയ ഒരു രാജാവായിരുന്നു വില്യം ദ സൈലൻറ്റ്. അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നതിലും കാര്യമുണ്ട്. വില്യം ദ സൈലൻറ്റ് പറഞ്ഞാൽ അദ്ദേഹം വളരെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാത്ത ഒരാളായിരുന്നു, ഒരിക്കലും പുറത്ത് പ്രകടിപ്പിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതിനൊരു രസകരമായൊരു കഥ പറയുന്നത് അദ്ദേഹവും അതുപോലെ തന്നെ ഫ്രാൻസിലെ ഹെൻറി 2-ാമൻ രാജാവും കൂടി ഒരു ദിവസം വേട്ടയ്ക്ക് പോയി. അപ്പോൾ വേട്ടയ്ക്ക് പോയ സമയത്ത് ഹെൻറി 2-ാമൻ രാജാവ് കുറേ കാര്യങ്ങൾ, അതായത് ഫ്രാൻസും സ്പെയിനും ചേർന്ന് പ്രൊട്ടസ്റ്റൻറ്റുകളെയൊക്കെ എല്ലാം തീർത്ത് കളയാൻ ഒരു പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നൊക്കെ വില്യമിനോട് പറഞ്ഞു. വില്യമിന് അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു വിവരമായിരുന്നു. കാരണം അദ്ദേഹം പ്രൊട്ടസ്റ്റൻറ്റുകളൊക്കെ അനുകൂലിച്ച ഒരാളായിരുന്നു. അപ്പോൾ അത് ഞെട്ടിക്കുന്ന വിവരമായിരുന്നു. പക്ഷേ ആ ഒരു ഞെട്ടൽ പുറത്ത് കാണിക്കാതെ അദ്ദേഹം ആണോ എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ടാണ് അത് കേട്ടത്. അപ്പം അത് അദ്ദേഹത്തിന് പിന്നീട് അവരെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം ഇതായിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ പുറത്ത് പറയാതെ ഭാവഭേദമില്ലാതെ കാണിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് വില്യം അലക്സാണ്ടർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വില്യം ദി സൈലൻ്റ് എന്ന് പേരുന്നത്. അദ്ദേഹം ശരിക്കും പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, പ്രിൻസ് ഓഫ് ഓറഞ്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാജവംശമാണ് പിന്നീട് ഓറഞ്ച് നാസോ എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് എന്നുള്ള പേര് വരുന്നത്. അപ്പം നെതർലാൻഡ്സിൻ്റെ ആദ്യ പതാകയിൽ പ്രിൻസസ് ഫ്ലാഗ് എന്നറിയപ്പെടുന്ന പതാകയിൽ ശരിക്കും ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ എന്നാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണത് റെഡ്, വൈറ്റ്, ബ്ലൂ. അതിന് പല കാര്യങ്ങൾ പറയുന്നത്, ഈ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ നല്ലൊരു നേവി ഉണ്ടായിരുന്നൊരു ഇതായിരുന്നു ഹോളണ്ട്. സ്വാഭാവികമായിട്ടും കടലിൽ ചുറ്റപ്പെട്ട ആ രീതിയിൽ. അപ്പം ദൂരെ നിന്ന് ഈ പതാക കാണുമ്പോൾ ഓറഞ്ച് പെട്ടെന്ന് കണ്ണിൽ പെടില്ല എന്നുകൊണ്ടാണ് റെഡാക്കി മാറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ കഥകളുണ്ട്. അപ്പോൾ അവരിപ്പോഴും വില്യം ദ സൈലൻറ്റ് അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഓറഞ്ച് ആർമി അല്ലെങ്കിൽ ഓറഞ്ച് നേഷൻ എന്നുള്ള പേര് വരുന്നത്. സത്യം അപ്പോൾ നമ്മൾ ഓറഞ്ച് ആർമി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്നത് നെതർലാൻഡ്സുമായി ഒത്തുപോകുന്ന ഒരു പേര്, നെതർലാൻഡ്സിൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അവർ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന ഒരു സ്റ്റൈലാണ് ഇത്. അവരുടെ ഒരു രീതികളുമായിട്ട് എത്തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്നുള്ളത്? ടോട്ടൽ ഫുട്ബോളിൻ്റെ ഉത്ഭവം നെതർലാൻഡ്സിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഓസ്ട്രിയൻ ഫുട്ബോൾ എന്ന് വരുന്നുണ്ട്. പിന്നെ 1950s ഹംഗേറിയൻ ഫുട്ബോൾ, ഇപ്പോൾ മാജിക് മഗ്യാർസ് എന്നറിയപ്പെടുന്ന ഫ്രാങ്ക് പുസ്കാസിൻ്റെ ടീം, അതിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു ഫുട്ബോൾ എവല്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മനഃശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ ഡച്ചുകാരുടെ മനഃശാസ്ത്രത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹോളണ്ടിലൊരു ചൊല്ലുണ്ട്, അതായത് പിന്നെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ഡച്ചുകാർ നെതർലാൻഡ്സിനെയും സൃഷ്ടിച്ചു എന്നല്ലേ. അപ്പം ഈ അവരുടെ ഭൂമി അവരുണ്ടാക്കിയതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും സമുദ്രനിരപ്പിന് 1/3 ഭൂമിയും അവരുടെ 1/3 രാജ്യത്തിൻ്റെ 1/3 ഭൂമിയും സമുദ്രനിരപ്പിന് താഴെയാണ്. അപ്പോൾ അവരതിൽ നിന്ന് ഉയർത്തിയെടുത്ത് അണക്കെട്ടുകൾ തീർത്ത്, കനാലുകൾ തീർത്ത്, ചിറകൾ കെട്ടി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് നെതർലാൻഡ്സ് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നെതർലാൻഡ്സ് ലോകത്തിലെ ഏറ്റവും ഡെൻസിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പം അവർക്ക് കിട്ടിയ ഒരു പരിമിതമായ സ്പേസിനെ വളരെ സമർത്ഥമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കാം, അതായത് ലാൻഡിനെ എങ്ങനെ എടുക്കാം, സിറ്റികൾ എങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ആ ഒരു മനഃശാസ്ത്രം, സ്പേസിനെ കുറിച്ചുള്ള ഒരു ബോധം, തങ്ങൾക്ക് കിട്ടിയ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ബോധം അവർക്ക് പണ്ടേ ഉണ്ട്. ശരിക്കും ടോട്ടൽ ഫുട്ബോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മൈതാനത്തിൻ്റെ സ്പേസിനെ കുറിച്ചാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ മൈതാനത്തിൻ്റെ പന്തിനെ അല്ല അവർ പിന്തുടരുന്നത്. ആ ഒരു ഓരോ സ്പേസിലും ആളുണ്ടായിരിക്കണം, സ്പേസിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് ടോട്ടൽ ഫുട്ബോൾ വരുന്നത്. അപ്പം കളിക്കാരെല്ലാം പൊസിഷൻ മാറി കളിക്കുന്നു, ഓരോ സ്ഥലത്തേക്ക് വരുന്നു. അപ്പം ക്രൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പന്ത് നിങ്ങളുടെ കാലിലായിരിക്കുമ്പോൾ നിങ്ങൾ മൈതാനം ഇരട്ടിയാക്കുക, പന്ത് എതിരാളിയുടെ കാലിലായിരിക്കുമ്പോൾ നിങ്ങൾ മൈതാനം പകുതിയാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ആ സ്പേസ് അവയർനെസ് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഫുട്ബോൾ. അപ്പോൾ അവരുടെ ഒരു മനഃശാസ്ത്രത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയണം. അപ്പം ടോട്ടൽ ഫുട്ബോൾ സംസാരിക്കുമ്പോൾ ക്രൈഫിലേക്ക് നമ്മൾ പോകണം. ഈ ക്രൈഫ് എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ്സ് എന്നുള്ള ടീമിനെ, ഒരു ഫുട്ബോൾ ടീമിനെ നമ്മൾ ഓർക്കുമ്പോൾ ക്രൈഫിനെ ഓർക്കാതിരിക്കാൻ വയ്യ. ഒരു ക്രൈഫ് എന്നൊരു വ്യക്തി ആ ഒരു നെതർലാൻഡ്സിൽ ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം, അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ ഫുട്ബോൾ ഉണ്ടാക്കിയെടുത്തൊരു സ്വാധീനം എത്രത്തോളമാണ്? ടോട്ടൽ ഫുട്ബോളിൻ്റെ ശില്പികളായിട്ട് നമ്മൾ പറയുന്ന 2 പേരെ, ഒന്ന് അവരുടെ കോച്ചായിരുന്ന റിനസ് മിഷേൽസിനെ, അതുപോലെ തന്നെ നായകനായിരുന്ന ക്രൈഫിനെയും. അപ്പോൾ ശരിക്കും ക്രൈഫ് പലപ്പോഴും ഒരുപക്ഷെ മിഷേലിനേക്കാളും വലിയൊരു കോച്ചായിട്ട് മാറിയിട്ടുണ്ട് ടീമിൽ.
അപ്പോൾ ക്രൈഫ് പലപ്പോഴും ഈ നിങ്ങൾ പാസുകൾ കൊണ്ട് ട്രയാങ്കിൾ തീർക്കുക, അങ്ങനത്തെ പല രീതിയിലൊരു ഫിലോസഫർ സംസാരിക്കുന്ന പോലെ ഈ ടോട്ടൽ ഫുട്ബോളിൽ നിർവചിച്ച ഒരാളാണ്. അപ്പോൾ ആ ടീമിൽ പക്ഷേ അങ്ങനെ പറയുമ്പോഴും ക്രൈഫ് എല്ലാവർക്കും ജനപ്രിയനായിരുന്ന ഒരാളായിരുന്നു, ജനകീയനായിരുന്നു എന്നില്ല. അപ്പോൾ അദ്ദേഹം അത് ടോട്ടൽ ഫുട്ബോളിന് അടിത്തറ പാകിയത് അയാക്സ് ആംസ്റ്റർഡാം ക്ലബ്ബാണല്ലോ. അപ്പോൾ അതിൽ കളിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം എല്ലാവർക്കും ജനപ്രിയനൊന്നായിരുന്നു. പക്ഷേ അദ്ദേഹം റിബലായിരുന്നു, എല്ലാവരോടും കലഹിക്കുന്ന, വ്യവസ്ഥിതികളോടെല്ലാം കലഹിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡച്ച് ഫുട്ബോൾ അസോസിയേഷനായിട്ട് നിരന്തരം കലഹമായിരുന്നു. അദ്ദേഹം മികച്ച ഫുട്ബോൾ താരമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പലപ്പോഴും ടീമിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം 1974 വേൾഡ് കപ്പിൽ നോക്കിയാൽ അവരുടെ ജേഴ്സിയിൽ മറ്റെല്ലാ താരങ്ങളുടെ ജേഴ്സിയിലും 3 സ്ട്രിപ്പ് ഉണ്ട്. അഡിഡാസിൻ്റെ 3 സ്ട്രിപ്പ് കാണാം. നമുക്ക് ക്രൈഫിൻ്റെ ജേഴ്സിയിൽ 2 സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അഡിഡാസ് ആയിരുന്നു ടീമിൻ്റെ സ്പോൺസർ, പക്ഷേ ക്രൈഫിന് പ്യൂമയായിട്ടൊരു വേറൊരു പേഴ്സണൽ കരാറുണ്ടായിരുന്നു. അപ്പോൾ ക്രൈഫ് പറഞ്ഞു, എൻ്റെ പേഴ്സണൽ ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു കരാറുള്ള ഒരാളുമായിട്ട് അവരുടെ ഇതിന് ഞാൻ തടസ്സം നിൽക്കില്ല, എനിക്കിത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിലാണ് ശരിക്കും ക്രൈഫിൻ്റെ ഇവിടെ 2 സ്ട്രിപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിൽ അതൊരു വലിയ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ, അന്നത്തെ ഒരു വലിയൊരു കോർപ്പറേറ്റുകളോടൊക്കെ തർക്കിച്ച് നേടിയൊരു വിജയം. അപ്പോൾ അത് ക്രൈഫിൻ്റെ കളി മികവ് കൊണ്ട് ക്രൈഫിനെ അവഗണിക്കാൻ പറ്റാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടീം ചോയ്സിൽ, ടീം തെരഞ്ഞെടുപ്പിലൊക്കെ ക്രൈഫിന് വലിയ പങ്കുണ്ടായിരുന്നു. അത് മിഷേൽസ് പലപ്പോഴും അംഗീകരിച്ചത് ആ ടീമിന് ഗുണം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പം അവരുടെ ഗോൾ കീപ്പർ യാങ് ബ്ലോയിഡ് ആയിരുന്നു. അപ്പം അത് അദ്ദേഹം ഒരു ഏറ്റവും നല്ല ഗോൾ കീപ്പർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ സിസ്റ്റത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഗോൾ കീപ്പറായിരുന്നു ടോട്ടൽ ഫുട്ബോളിൽ. അപ്പം മിഷേൽസിൻ്റെ ടോട്ടൽ ഫുട്ബോൾ പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ അറ്റാക്കർ നിങ്ങളുടെ ഗോൾ കീപ്പറാണ്, അതായത് ഗോൾ കീപ്പറിൽ നിന്നാണ് അറ്റാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഫ്രണ്ടിലോട്ട് കയറി ഇന്ന് നമ്മൾ കാണുന്ന നോയർ പോലെയൊക്കെ സ്വീപ്പർ കീപ്പർ എന്നുള്ള രീതിയിൽ റോൾ ആദ്യം കൊണ്ടുവന്ന ഒരാളാണ് യങ് ബ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഗ്ലൗ ഇല്ലാതെ കീപ്പ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഗ്ലൗ എന്താണ്, നിങ്ങൾ ഗ്ലൗ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് പറയും എനിക്ക് പന്തിനെ ഫീൽ ചെയ്യണമെന്നില്ലേ. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ശരിക്കും അവരെങ്ങനെ ഫുട്ബോളിനെ കാണുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ക്രൈഫിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അത് പക്ഷേ അത് ക്രൈഫ് അയാക്സിലെ പ്ലെയർ ആയിരുന്നു, ഫെയനൂർദിലെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, PSVയിലെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റിഫ്റ്റ് ശരിക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരു ഡച്ച് കളക്റ്റീവ് ഇതായിട്ടാണ് ഓർക്കുന്നതെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഈഗോയുള്ള ഒരു കൂട്ടം പ്രതിഭകളുടെ ഒരു കൂട്ടമായിരുന്നു. അത് എങ്ങനെ ഒത്തുപോയി എന്ന് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ. കാരണം എല്ലാവർക്കും ഓരോരുത്തരും ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ പ്രകടിപ്പിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനേറ്റവും മേലായിട്ട് ക്രൈഫ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും നിർണായക തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ആ ടീം അതിമനോഹരമായിട്ട് കളിച്ചു. 2 ലോകകപ്പുകളുടെ ഫൈനലിൽ കളിച്ചു. ആ കാലഘട്ടത്തിൽ അതിലൊന്നിൽ ക്രൈഫ് ഉണ്ടായിരുന്നില്ല, ഒന്നിൽ ക്രൈഫ് വളരെ നിർണായക സാന്നിധ്യമായിരുന്നു. സത്യം നമ്മൾ ഈ ഫൈനലുകൾ സംസാരിക്കുമ്പോഴേ ഒരു ഭാഗ്യക്കേടിൻ്റെ ടീമും കൂടെ ആയിട്ട് നമ്മൾ നെതർലാൻഡ്സിനെ വിലയിരുത്താറുണ്ട്. കാരണം 74-78 തുടർച്ചയായ 2 ഫൈനൽ കളിക്കുന്നു, 2ലും പരാജയപ്പെടുന്നു. പിന്നീട് അതിനുശേഷം അതുപോലത്തെ നല്ലൊരു സ്ക്വാഡുമായി 2010 അവർ വരുന്നു, അന്നും അവർ പരാജയപ്പെടുന്നു. അതായത് 3 തവണ ലോകവേദിയിൽ ഫൈനലിൽ എത്തിയിട്ടും കിരീടം നേടാതെ മടങ്ങുക, അത്തരത്തിലൊരു ഭാഗ്യക്കേടിൻ്റെ ഒരു ടീമായിട്ട്, ഭാഗ്യക്കേടിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നമ്മളെപ്പോഴും ഡച്ച് ടീമിന് അല്ലെങ്കിൽ നെതർലാൻഡ്സിനെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത്തരമൊരു റണ്ണ് നടത്തി അതുവരെ എത്തിയിട്ടും നല്ലൊരു സ്ക്വാഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ പരാജയപ്പെടുന്നത്? അതെന്തായിരുന്നു എന്നൊരു കാരണം? ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി അവർക്കുണ്ട് എന്ന് പറയാം. ഫുട്ബോൾ ഒരു ആത്മഹത്യാപ്രവണത അവസാനം വരെ കൊണ്ടുവന്ന് കലമുടക്കാന്ന് നമ്മൾ പറയില്ല, അത് അവർക്കുണ്ട്. പിന്നെ അതിൻ്റെ ഇതായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടും ചെയ്യും. അപ്പം 1974 വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ടീം ജയിച്ച ജർമ്മനി ആണെങ്കിൽ ഇപ്പോഴും എല്ലാവരും പറയുന്ന ഏറ്റവും ബെസ്റ്റ് ടീം ഹോളണ്ട് തന്നെയാണ്. കാരണം എല്ലാ മത്സരങ്ങളും എതിരാളികളെ തകർത്ത് അതിമനോഹരമായിട്ട് കളിച്ചിട്ട് അർജൻറ്റീനയെ 4-0 അവർ തോൽപ്പിക്കുന്നത്. ആ രീതിയിൽ മുന്നേറിയ ടീമാണ്. ഫൈനലും അതുപോലെ തന്നെയായിരുന്നു. ഫൈനലിൽ ആദ്യത്തെ 10 മിനിറ്റിൽ ആദ്യ ഗോൾ അവർ നേടുന്ന പെനാൽറ്റിയിലൂടെ. പക്ഷേ പെനാൽറ്റിക്ക് മുമ്പ് 15 പാസ് കളിച്ചിട്ട് 15 പാസിന് മുമ്പ് ജർമ്മനിക്കാർ പന്ത് തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ ക്രൈഫിനെ വീഴ്ത്തിയതിന് ആ പെനാൽറ്റി കിട്ടുന്നത്, നീസ്കൻസാണ് പെനാൽറ്റി ഗോളാക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു അമിതമായൊരു ആത്മവിശ്വാസം വന്നു ഹോളണ്ടിന്. എന്നിട്ട് ഈ ജർമ്മനിയിലാണ് മത്സരം നടക്കുന്നത്. ജർമ്മൻകാരെ അവരുടെ മ്യൂണിക്കിലെ അവരുടെ കാണികൾക്ക് മുന്നിൽ തന്നെ നാണം കെടുത്തി കളിയാം. പ്രത്യേകിച്ചും ഈ ജർമ്മനി ഹോളണ്ട് ഒരു റൈവലറിക്ക് പിന്നിലൊരു ലോകമഹായുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേറെ ചരിത്രപരമായ ഒരു വൈര്യം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജർമ്മൻ കാണികളുടെ മുന്നിൽ തന്നെ അവരുടെ കളിക്കാരെ നാണം കെടുത്തി കളിയാന്നുള്ള രീതിയിൽ വളരെ നിസ്സാരമായിട്ട് കളിച്ചു. അപ്പോൾ ജർമ്മനി വളരെ 2 ഗോളുകൾ തിരിച്ചടിച്ചിട്ടാണ് മത്സരം ജയിക്കുന്നത്. അപ്പോൾ ആ മത്സരത്തിനെ കുറിച്ച് പക്ഷേ അതിൻ്റെ ഒരു വേറൊരു കഥ പറയുന്നത്, ജർമ്മൻ മത്സരത്തിൻ്റെ തലേന്ന് ജർമ്മൻ പത്രമായ ബിൽഡിൽ ഒരു വാർത്ത വന്നു. അതായത് നെതർലാൻഡ്സ് ടീം ഹോട്ടലിൽ ഒരു സെക്സ് പാർട്ടി നടത്തി. അപ്പം അതിൽ കളിക്കാരെല്ലാം പങ്കെടുത്തു.
എന്നുള്ള രീതിയിൽ ആ രീതിയിലൊരു റിപ്പോർട്ട് വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡ്സ് ടീമിനെ ആകെ ഉലച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം മത്സരത്തിൻ്റെ തലേന്ന് വരെ ക്രൈഫ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഭാര്യമാരെ വിളിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യുക, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാമെന്നില്ല. അപ്പം ക്രൈഫിൻ്റെ ഭാര്യ ഡാനിയെ വിളിച്ചിട്ട് നിരന്തരം ഫോൺ ചെയ്യുകയായിരുന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അത് തോൽവിക്കൊരു കാരണമാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് എല്ലാ വേൾഡ് കപ്പിലും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു എന്താ അതിന് പറയുക, ഒരു ദുരന്തം എന്നുള്ള ഒരു നിമിത്തം എന്നേ പറയാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 1978 വേൾഡ് കപ്പിലേക്ക് അവർ വരുമ്പം അവർക്ക് മത്സരത്തിൻ്റെ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് തിരിച്ചടി കിട്ടി. ക്രൈഫ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ ലോകകപ്പിന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എല്ലാവരും വിചാരിച്ചു അസോസിയേഷനായിട്ടുള്ള പ്രശ്നം, ഡച്ച് അസോസിയേഷനായിട്ട് നിരന്തരം കലഹമായിരുന്നു ക്രൈഫിന്. അപ്പം അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അർജൻറ്റീനയിലെ പട്ടാള ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ആ സമയത്താണ് ലോകകപ്പ് നടക്കുന്നത്, അതിനോടുള്ള പ്രതിഷേധമായിരിക്കാമെന്നാണ് കരുതി. അപ്പോൾ ക്രൈഫ് വന്നില്ല. അതുപോലെ തന്നെ അന്ന് ഡച്ച് ലീഗിലെ ടോപ്പ് സ്കോറായിരുന്ന റൂഡ് ഗീല്, അങ്ങനത്തെ കുറച്ച് പേര് വിട്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ശക്തി കുറഞ്ഞ ടീമായിട്ടാണ് നെതർലാൻഡ്സ് വരുന്നത്. പക്ഷേ പിന്നീട് ക്രൈഫ് വെളിപ്പെടുത്തി, ഞാൻ വരാതിരുന്ന അതുകൊണ്ടല്ല, 2008 ക്രൈഫ് വെളിപ്പെടുത്തുന്നത്. അതായത് ബാഴ്സലോണയിൽ വെച്ച് എൻ്റെ കുടുംബത്തെയും ഞങ്ങളെ ബന്ദിയാക്കിയിട്ട് തോക്കിന് മുന്നിൽ നിർത്തി, ആ ഒരു പേടി കൊണ്ടാണ്, ജീവിതത്തോടുള്ളൊരു എൻ്റെ സമീപനം മാറിയത് കൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ക്രൈഫും ഈ പ്രധാന താരങ്ങളില്ലായിട്ടും ആ ടീമും ഫൈനലിലെത്തി, അതും ആതിഥേയരായ അർജൻറ്റീനയോട്. അപ്പോൾ ആ ഫൈനലും അവർക്ക് ഇതുപോലെ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു. കാരണം അർജൻറ്റീന മത്സരത്തിന് വളരെ വൈകിയാണ് കിക്ക് ഓഫിന് വന്നത്. പിന്നെ അതിനുശേഷം വളരെ ഇതായിട്ടുള്ള ഒരു സംഘർഷാത്മക അന്തരീക്ഷമായിരുന്നു ഗാലറിയിൽ. അതുപോലെ തന്നെ ഡച്ച് താരം കെർക്കോഫിൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ട്. അപ്പോൾ അത് മാറ്റണമെന്ന് അർജൻറ്റീന ക്യാപ്റ്റൻ ഡാനിയൽ പാസറെല്ല ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പുള്ള മത്സരങ്ങളൊക്കെ അദ്ദേഹം അണിഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്തിന് മാറ്റണം എന്ന് ചോദിച്ചപ്പം അത് നിർബന്ധം പിടിച്ചതുകൊണ്ട് റഫറി ഇത് മാറ്റാൻ ആദ്യം ആവശ്യപ്പെട്ടു. പിന്നീട് റഫറി വഴങ്ങിയിട്ട് ഒരു ബാൻഡേജ് ഇട്ടിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരുടെ മാനസികമായിട്ട് അവരെ തളർത്ത് കളയുന്ന എല്ലാ തന്ത്രങ്ങളും ജർമ്മൻ പത്രങ്ങൾ മുതൽ ജർമ്മൻ ടീം വരെ പയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജർമ്മൻ 1974 ജർമ്മൻ പത്രമായിരുന്നെങ്കിൽ 1978 വന്നപ്പോൾ റഫറി, അതുപോലെ തന്നെ അർജൻറ്റീന ടീം, അങ്ങനെ എല്ലാവരും അവർക്കെതിരെ എന്നുള്ള രീതിയിൽ, കളിക്കളത്തിൽ മാത്രമല്ല പുറത്തും എതിരെ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അത് നിർഭാഗ്യമായിരുന്നു. പക്ഷേ 2010 പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നില്ല. 2010 എന്താ സംഭവിച്ചു വെച്ചാൽ അവരുടെ ഒരു ശൈലി വിട്ടു എന്നുള്ളതാണ്. അവരുടെ സുന്ദരമായ ശൈലിയിൽ അവർ കളിച്ചിരുന്നെങ്കിൽ ആ ലോകകപ്പ് അവർക്ക് ജയിക്കായിരുന്നു. പക്ഷെ അവർ വെറുതെ അവരുടെ ഒരു ശൈലി വിട്ടിട്ട് വേറെ തരത്തിലൊരു പ്രാക്ടിക്കൽ ഫുട്ബോളിലേക്ക് പോയതുകൊണ്ടാണ് ശരിക്കും പോയത്. കാരണം അതിൽ വളരെ റഫായിട്ടുള്ളൊരു കളിയായിരുന്നു അത്. നമുക്കറിയാം സ്പെയിനും നെതർലാൻഡ്സും തമ്മിൽ 14 മഞ്ഞക്കാടോ അങ്ങോ ആ മത്സരത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇപ്പോഴും അതിലൊരു ഇമേജ് എന്ന് പറയുന്നത് ഡച്ച് താരം നിജൽ ഡിജോങ്ങിൻ്റെ ഒരു കരാട്ടെ കിക്ക് ഉണ്ട് സാബി അലോൺസോയുടെ നെഞ്ചിലേക്ക്. അപ്പോൾ ആ രീതിയിൽ തങ്ങളുടെ ഒരു ശൈലി, തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി കളഞ്ഞുകൊണ്ട് കളിച്ചിട്ടാണ് അവർ ആ വേൾഡ് കപ്പിനെ നഷ്ടമാക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ കുറസാവോ എന്നുള്ള ടീമിനോട് ഡിസ്കസ് ചെയ്യുമ്പം എപ്പോഴും ഡച്ച് ടീമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു സ്ക്വാഡിലെ പരിശീലകൻ ഉൾപ്പെടെ ഒരുപാട് പേരുകൾ ഡച്ചിൽ നിന്നുമുള്ളതാണ്. അപ്പോൾ ഡച്ച് ടീമിൽ നമ്മൾ പറയുമ്പോൾ സുറിനാം എന്നുള്ളൊരു രാജ്യം, സുറിനാം എന്നുള്ളൊരു പ്രവിശ്യ അല്ലെങ്കിൽ ഒരു ഏരിയയുമായിട്ട് നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്യും. സുറിനാമിൽ നിന്നും ഒരുപാട് ലെജൻസ് നെതർലാൻഡ്സ് ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ കാര്യം? ഈ സുറിനാമും കുറസാവോയും നെതർലാൻഡ്സും ഒക്കെ എങ്ങനെയാണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡച്ച് ഫുട്ബോളിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു കളിക്കാരന് വളരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാഹചര്യമുള്ളൊരു ലീഗാണത്. കാരണം അവിടെ ഒരു കളിക്കാരന് അവന് വേണ്ട ഒരു ഗ്രൂം ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട്. അവനെ ഫുട്ബോളിൻ്റെ ഫിലോസഫി പഠിപ്പിക്കുന്നുണ്ട്, ഡ്രിൽസ് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും പഠിപ്പിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ കളിക്കുന്നവർ മാത്രമല്ല, കളിയെക്കുറിച്ച് നന്നായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നെതർലാൻഡ്സിന് ഇത്രയധികം കോച്ചുകൾ വരുന്നത്. അപ്പോൾ നമുക്കറിയാം മിഷേൽസ്, വാൻഗാള്, റൈക്കോഡ്, അതുപോലെ തന്നെ ഹിഡിങ്ക്, പിന്നെ കൂമാന്. അപ്പോൾ എത്രയോ നല്ല നിരന്തരം പരിശീലകർ വരുന്ന അഡ്വക്കേറ്റ് ഡിക്ക, ഇപ്പോൾ കുറസാവിൻ്റെ കോച്ചായിരുന്ന അഡ്വക്കേറ്റ്, ഇവരെല്ലാം ഡച്ചുകാരാണ്. അപ്പം ഫുട്ബോളിനെ അവർ അങ്ങനെ വളരെ പാഠപുസ്തകം പോലെ കാണുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു, പുതിയ ശൈലികൾ കൊണ്ടുവരുന്നു, ആ രീതിയിലില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡച്ച് കോളനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ടേംസിൽ നമുക്ക് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ക്യുറസാവോ പോലൊരു ടീം, ക്യുറസാവോയിലെ പലരും ഡച്ച് ലീഗിൽ കളിച്ച് വളർന്നവരാണ് ഡച്ച് ഇതിൽ കളിക്കുന്നത്. അതുപോലെ സുരിനാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ക്ലൈവർട്ട്, സീഡോർഫ്, റൈക്കാർഡ്, അങ്ങനെ ഡേവിഡ്സ് എല്ലാവരുടെയും, അതുപോലെ ഡച്ച് 90s ഒരു ഡച്ച് ടീമിൻ്റെ ശരിക്കും DNA ശരിക്കും സുരിനാമായിരുന്നു. അക്കാദമി പോലെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ ജനിച്ചു, പിന്നെ അവരെ ഗ്രൂം ചെയ്തു, ഡച്ച് ലീഗിലേക്ക് എക്സ്പോർട്ട്, ആ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആ രീതിയിൽ അന്ന് പക്ഷേ സുരിനാമിന് സ്വന്തമായി കളിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സുരിനാമിന് ഇപ്പം ഈ വേൾഡ് കപ്പ് ക്വാളിഫയിങ്ങിൽ സുരിനാമ്
കളിച്ചായിരുന്നു. അപ്പോൾ അത് അന്ന് അവർ ഈ സമയത്ത് അവർക്ക് യോഗ്യത നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോൺകാക്കാഫ് മേഖലയിലാണ് അവർ കളിക്കുന്നത്. അപ്പം 3 ഹോസ്റ്റ് കൺട്രീസും ഇവിടെ നിന്ന്, കാനഡ, മെക്സിക്കോ, USA. അപ്പം സ്വാഭാവികമായിട്ടും അവർ കുറച്ച് മുന്നേറിയായിരുന്നു. അവർക്ക് യോഗ്യത നേടാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ പറ്റിയില്ല എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു കോളനികളുമായിട്ടുള്ളൊരു ഫുട്ബോൾ ബന്ധം അത് നെതർലാൻഡ്സിൻ്റെ ഒരു സവിശേഷമായൊരു കാര്യമാണെന്നുള്ളതാണ്.